ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇലക്ട്രിക്കൽ തുടക്കക്കാർക്ക്, അത് വളരെ തുടക്കക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു സ്വിച്ചും പ്ലഗും, അതായത് നോർമൽ ടൈപ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വിച്ചും പ്ലഗും വരുന്ന നമുക്ക് കൺസീലർ അല്ലാത്ത ബോക്സ്, ഔട്ടറിൽ വെച്ച് കൊടുക്കുന്ന ബോക്സ് നമുക്ക് എങ്ങനെ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ എങ്ങനെ അത് കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ കണ്ടു. ഓപ്പൺ ബോക്സാണ് വരുന്നത്. ഓപ്പൺ ബോക്സ് 3 മോഡ്യൂളാണ് വരുന്നത്. 3 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഒരു മോഡ്യൂളാണ്, ഒരു സോക്കറ്റ് വരുന്നത്, പ്ലഗ് സോക്കറ്റ് വരുന്നത്, അത് വരുന്നത് 2 മോഡുകളായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇപ്പോൾ വരുന്ന മോഡലുകളെല്ലാം തന്നെ 3 ഹോളുകളാണ് നമുക്കുള്ളത്. ആദ്യം ഒന്നുകൊണ്ട് നമുക്ക് 5 ഹോളുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ അത് നിർത്തി ഇപ്പോൾ 3 ഹോളുകൾ മാത്രമാണ്. അതായത് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എർത്ത്, ന്യൂട്രൽ, ഫേസ്. ഇത് കണ്ടോ, ഇതിപ്പോൾ എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എൽ എന്ന് മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മൾ ഫേസ് കൊടുക്കേണ്ടത്. എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ന്യൂട്രൽ കൊടുക്കണം. പിന്നെ മുകളിൽ എർത്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഹോളുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗോൾഡ് മെഡലിൻ്റെ മോഡലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ച് പ്ലഗ് കാര്യങ്ങളൊക്കെ സോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ, നെറ്റ് ബോൾട്ട് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് നേരെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഈ പറയുന്ന നമുക്ക് റെഡിമെയ്ഡായിട്ട് വരുന്ന ഔട്ടർ ബോക്സ് ഉണ്ട്, ആ ബോക്സിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ചും അതുപോലെ തന്നെ വെച്ച് സിമ്പിളായിട്ട് വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്ത് വരുന്ന ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ എത്ര സ്വിച്ചും എത്ര പ്ലഗ് വേണമെന്നുള്ളത് നമ്മൾ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞ് കറക്റ്റ് കട്ടിങ് കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് ഈ പ്ലഗ് സോക്കറ്റ് നമ്മൾ ഈ സോക്കറ്റ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുക, ശരിക്കും നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്ലഗ്സോ ഈ പറയുന്ന മൊബൈലിൻ്റെ ചാർജറോ കാര്യങ്ങൾ കുത്തിയിട്ട് വലിക്കുന്ന സമയത്ത് അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എല്ല് എന്ന് പറയുന്ന സാധനം എപ്പോഴും സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് വരേണ്ടത്. അതായത് സ്വിച്ച് കൺട്രോൾ ചെയ്തതിന് ശേഷം ഫേസ് വരുന്ന എപ്പോഴും റൈറ്റ് സൈഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ ആയിരിക്കണം. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കൊടുത്ത് കണക്ഷൻസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഈ വയർ നമ്മൾ റെഡാണ് കൊടുത്തിരിക്കുന്നത്, അത് ഗ്രീനായിട്ട് അടിച്ചിരിക്കുന്നുണ്ട്. ആ ഗ്രീൻ വയറാണ്, ഒറ്റ വയർ തന്നെ അതിൽ ഗ്രീൻ കൊടുത്തിരിക്കുന്നത്, നേരെ എർത്തിലേക്ക് കൊടുത്ത്. പിന്നെ അടുത്ത് നമ്മൾ ന്യൂട്രലാണ് കേട്ടോ. ഈ ന്യൂട്രൽ വയർ നേരെ നമ്മളെടുത്ത് എൻ എന്ന് മാർക്ക് ചെയ്താണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന മെയിൻ ഫേസ് വരുന്നത് നേരെ വരുന്ന സ്വിച്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ സ്വിച്ചിൻ്റെ ഏറ്റവും താഴെ കൊടുത്തു. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് വീണ്ടും വരുന്നൊരു വയർ എടുത്തതിന് ശേഷം നേരെ നമ്മുടെ സോക്കറ്റിൻ്റെ, അതായത് റൈറ്റ് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് കൊടുക്കേണ്ടത്, ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ന്യൂട്രൽ കൊടുക്കേണ്ടത്, സെൻറ്ററിൽ നമുക്ക് എർത്ത് കൊടുക്കും. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം. കാരണം അതൊരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ ഏത് ഡിവൈസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ കേബിൾ വരുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. റൈറ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും എല്ല് എന്ന് മാർക്ക് ചെയ്തത്, അവിടെയാണ് ഫേസ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് എന്നെ ഒന്ന് മാർക്ക് ചെയ്താൽ ന്യൂട്രൽ, അവിടെയാണ് ന്യൂട്രും വരുന്നത്. ഇതുപോലെ തന്നെ അപ്പോൾ എത്ര സ്വിച്ചുകൾ വേണമെങ്കിലും പ്ലഗ് സോക്കറ്റുകൾ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇതിൻ്റെ പ്ലേറ്റുകളും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എത്ര സ്വിച്ച് പ്ലഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ സ്വിച്ച് വരുന്നത് 6 ആമ്പിയറാണ് വരുന്നത്. ഇപ്പോൾ സോക്കറ്റും വരുന്നത് 6 ആമ്പിയറാണ് വരുന്നത്. കോമൺലി നമുക്ക് വരുന്നത് 6 ആമ്പിയറാണ്. ഇനി നമുക്കത് കൂടാതെ തന്നെ 10 ആമ്പിയർ വരുന്നുണ്ട്. ഇനി അതല്ലാതെ നമുക്ക് പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് ഈ സിസ്റ്റം വരുന്നത്. പവർ പ്ലഗ് ഒക്കെയാണ് 16 ആംസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ടൈപ്പ് ബോക്സുകളാണ്. മോഡുലാർ ടൈപ്പുകളാണ് നമ്മൾ കൂടുതൽ വീടുകളിൽ ഉപയോഗിക്കുന്നത്. മോഡുലാർ ടൈപ്പ് ആകുമ്പോൾ സെയിം തന്നെ പഞ്ചിങ് ആണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നെറ്റ് ബോൾട്ട് മാറ്റിയതിന് ശേഷം പഞ്ചിങ് ആയിരിക്കും വരുന്നത്. അതിന് എക്സ്ട്രാ ഒരു ഷീറ്റ് കൂടി വരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.